ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അടുത്തിടെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളായിട്ടുള്ള പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അതുപോലെ തന്നെ കായിക മേഖലയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ ധ്യാൻചന്ദ് ഖേൽരത്ന, അതുപോലെ തന്നെ അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, ഈ പുരസ്കാരങ്ങൾ നൽകിയത്. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് ഈ ഒരു അവാർഡുകളെ കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലുടനീളം ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു 10th ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണിത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം ആദ്യം നമ്മൾ പത്മ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത്തവണ ഏകദേശം 113 പത്മശ്രീ സ്വീകർത്താക്കൾ, 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, ഇങ്ങനെ 139 പേര് അല്ലെ. ടോട്ടൽ 139 പേർക്കാണ് ആക്ച്വലി എന്ത് ലഭിച്ചത്? പത്മ പുരസ്കാരങ്ങൾ ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. 139 പേര്. 113 പേര് പത്മശ്രീ, 19 പേര് പത്മഭൂഷൺ, 7 പേര് പത്മവിഭൂഷൺ. ഇങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അതിൽ 6 മലയാളികൾക്ക് എന്ത് ലഭിച്ചിരുന്നു? പത്മശ്രീ 6 മലയാളികൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ആ 6 മലയാളികളും അവരുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെ ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാം. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2025 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ സ്വീകർത്താക്കൾ എന്നിവയുൾപ്പെടെ 139 പത്മ പുരസ്കാരങ്ങൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക, കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ, ഇങ്ങനെ ടോട്ടല് 139 പത്മ പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് പത്മ അവാർഡ് 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 6 പത്മ പുരസ്കാരങ്ങളാണ് ഇത്തവണ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ് ആ വ്യക്തികൾ എന്ന് ആദ്യം നോക്കാം. അപ്പോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരങ്ങൾ ഒന്നായിട്ടുള്ള പത്മവിഭൂഷൺ, മലയാള സാഹിത്യകാരനായിട്ടുള്ള 2024 ഡിസംബർ മാസത്തിൽ അന്തരിച്ച MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് അല്ലെ സാഹിത്യരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള നമ്മുടെ MT വാസുദേവൻ നായർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ച മലയാളി. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ പത്മഭൂഷണെ കുറിച്ച് പറയാം. ഈ പത്മഭൂഷണെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇന്ത്യ ഒരു ഹോക്കി താരമുണ്ട്, PR ശ്രീജേഷ്. PR ശ്രീജേഷ് എന്നാണ് ഇന്ത്യൻ ഹോക്കി മുൻ ഗോൾ കീപ്പർ ആയിരുന്നു. അദ്ദേഹം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ ജേതാവായിട്ടുണ്ട്. ഒളിമ്പിക്സുകളിൽ 2 മെഡൽ നേടുന്ന ഏക മലയാളിയാണ് അദ്ദേഹം. സോ നിരവധി സംഭാവനകൾ കായിക മേഖലക്ക് നൽകിയത് കൊണ്ട് തന്നെ PR ശ്രീജേഷ് ഹോക്കി പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു കായികം എന്ന് പറയുന്ന മേഖലയിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയാണ് ജോസ് ചാക്കോ പെരിയപുരം. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം. അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസൈനേഷൻ അങ്ങനെയാണ്, ഡോക്ടറാണ് അദ്ദേഹം. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹെർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടറാണ് ആര്? ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ആരോഗ്യ മേഖലയിലെ മികച്ച സംഭാവനക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് പത്മശ്രീ പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. പത്മശ്രീ 3 മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പത്മവിഭൂഷൺ 1 മലയാളി, പത്മഭൂഷൺ 2 മലയാളി, പത്മശ്രീ പുരസ്കാരം 3 പേർക്ക്, 1, 2, 3 അങ്ങനെയാണ്. അപ്പൊ പത്മശ്രീ ലഭിച്ച ആദ്യ ആളാണ് ഓമനക്കുട്ടി ടീച്ചർ, കർണാടക സംഗീതജ്ഞയാണ്. ഓക്കെ, സോ കർണാട്ടിക് സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓമനക്കുട്ടി ടീച്ചർ. അതുപോലെ ഗുരുവായൂർ ദൊരൈ അദ്ദേഹം മൃദംഗ വിദ്വാനാണ്. പിന്നെ മലയാളിയായിട്ടുള്ള IM വിജയൻ. അപ്പൊ 2 സ്പോർട്സ് പേഴ്സണ് ഇത്തവണ എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ PR ശ്രീജേഷിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. IM വിജയൻ അദ്ദേഹത്തിന് എന്താണ്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത്. ആർക്കെയാണ്? ഓമനക്കുട്ടി,
ഗുരുവായൂർ ദരെ, പിന്നെ ആരാണ് IM വിജയൻ. ഇവരാണ് ഈ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ. നമുക്ക് ആക്ച്വലി നമ്മൾ മലയാളികൾക്കാണ് കൂടുതലായിട്ടും ഒരു PSC എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇവരല്ലാതെ വിവേക് ദിബ്രോയ്, അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ, ഇന്ത്യൻ സ്പിൻ ബോളർ ആയിട്ടുള്ള അശ്വിൻ, അദ്ദേഹം അടുത്തിടെയാണ് വിരമിക്കുന്നത്. സോ അദ്ദേഹത്തിനൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട്? പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സോ അവരൊക്കെ എന്താണ്? ഈ പത്മശ്രീ ജേതാക്കളിൽ ഉൾപ്പെട്ടതാണ്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും പേരാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു PSC എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും പേരാണ്. ഇനി നമ്മൾ കായിക മേഖലയിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് ധ്യാൻ ചന്ദ്, അർജുന അവാർഡ്, അതുപോലെ തന്നെ ദ്രോണാചാര്യ, അത് മികച്ച പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ്. സോ ഈ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു ഈ ഖേൽരത്നയുടെ ആദ്യകാല നാമം. പിന്നീട് അത് ധ്യാൻ ചന്ദ് ഖേൽരത്ന എന്ന പേര് മാറ്റുന്നുണ്ട്. സോ അതില് 4 പേർക്കാണ് ഇത്തവണ ധ്യാൻ ചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ധ്യാൻ ചന്ദ് ഖേൽരത്ന 2025 പുരസ്കാരം ലഭിച്ചത് 4 വ്യക്തികൾക്കാണ്. ഒന്ന് D. ഗുഗേഷ്. അദ്ദേഹം ഈ ഖേൽരത്ന ലഭിച്ചതോട് കൂടിയിട്ട് എന്താണ്? ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായിട്ട് മാറി. അതായത് ഖേൽരത്ന ലഭിക്കുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായിട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ D. ഗുഗേഷ് മാറുന്നുണ്ട്. സോ D. ഗുഗേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചെസ് ചാമ്പ്യൻ ആണ്. അടുത്തിടെ ഡിങ് ലിറാനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്നുണ്ട്. സോ ആ ഒരു നേട്ടം, വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആ ഒരു നേട്ടം കൈവരിക്കുന്ന മറ്റൊരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടം കൈവരിച്ചതിന് ഖേൽരത്ന പുരസ്കാരം ആര് തേടി വരികയാണ്? D. ഗുഗേഷ്, ധൊമ്മരാജ് ഗുഗേഷ്. മറ്റൊരു വ്യക്തിയാണ് ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. നമ്മുടെ പ്രവീൺ കുമാറിന് പാരാ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവാണ്. പാരീസിൽ നടന്ന 2024 ഒരു പാരാ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവാണ് പ്രവീൺ കുമാർ. പിന്നെ മനു ബാക്കർ, ഒരേ ഒരു ഇന്ത്യക്കാരൻ മാത്രമേ നമ്മുടെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയിട്ടുള്ളൂ. ഒരു ഒളിമ്പിക്സിൽ നിന്ന് 2 മെഡൽ നേടിയ വ്യക്തിയാണ് മനു ബാക്കർ. അത് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ, 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ്. അതിന്റെ ഇൻഡിവിജ്വലും അതുപോലെ മിക്സഡ് വിഭാഗത്തിലും. അപ്പോൾ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഓരോ ഒളിമ്പിക്സിന്റെ എഡിഷനിൽ 2 മെഡൽ ലഭിച്ച ഇന്ത്യക്കാരി എന്ന് പറയുന്നത് ആരാണ്? മനു ബാക്കറാണ്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സോ ഈ പ്രകടനങ്ങൾക്കാണ് അവർക്ക് ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഇനി നമ്മൾ പറയുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസും അതുപോലെ അത് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ആദ്യ കടമ്പ പ്രിലിംസ് എക്സാം ആണ്. പ്രിലിംസ് കടന്നാലേ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിലോട്ട് കടക്കാൻ കഴിയും. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് അത്ര ഐഡിയ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈ പ്രിലിംസ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ സ്റ്റഡിയോടെ പോവുകയാണ്. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ മോഡറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഒരു ടൈം ടേബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആ ഒരു ടൈം ടേബിളിന്റെ ഏകദേശം ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ കാണുന്ന, ഒരു സൈഡിൽ കാണുന്ന കുറച്ചായിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൈം ടേബിൾ സ്റ്റഡി ഒരു 75 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റഡിയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. അതുപോലെ മെന്ററുമായി എന്ത് സംശയങ്ങളും ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. അതനുസരിച്ചുള്ള പ്രിവ്യൂ ക്ലാസ് ലൈവായിട്ട് ലഭിക്കുന്നതാണ്. ഇതൊക്കെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കൊടുത്ത ഗൂഗിൾ ഫോം ലിങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി അർജുന അവാർഡ് കുറച്ചുകൂടി അധികം പേർക്ക് ലഭിക്കുന്നതാണ്. സോ അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് സജൻ പ്രകാശ് എന്ന് പറയുന്നത്. സജൻ പ്രകാശ് അടക്കം 32 പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മലയാളിയായുള്ള സജൻ പ്രകാശ് അടക്കം 32 പേർക്കാണ് അർജുന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? അപ്പോൾ അർജുന പുരസ്കാരം ലഭിച്ച മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. 32 പേരെയും പഠിക്കുന്നില്ല. അമൻ ഷെഹ്റാവത്ത്, പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ ജേതാവാണ് ആര്? അമൻ ഷെഹ്റാവത്ത് എന്ന് പറയുന്നത്. സ്വപ്നിൽ കുസാലെ ഷൂട്ടിംഗ് ആണ്. പുരുഷന്മാരുടെ 50 മീറ്റർ
റൈഫിൾ 3 പൊസിഷനിൽ വെങ്കല മെഡൽ ജേതാവാണ് ആര്? സ്വപ്നിൽ കുസാലെ എന്ന് പറയുന്നത്. ഓക്കെ, ഒളിമ്പിക്സിലെ മെഡൽ ജേതാവാണ്, വെങ്കല മെഡൽ ജേതാവ്. 50 മീറ്റർ 3 പൊസിഷൻ, റൈഫിൾ 3 പൊസിഷൻ. സരബ്ജോത് സിംഗ്, നമ്മുടെ മനു ഭാക്കർ മിക്സഡ് ഇനത്തിൽ വെങ്കലം നേടിയപ്പോൾ ആ ഒരു മനു ഭാക്കറിന്റെ പെയർ ആയിരുന്നു ആര്? സരബ്ജോത് സിംഗ് എന്ന് പറയുന്നത്. 10 മീറ്റർ എയർ പിസ്റ്റൾ. അന്നു റാണി ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ നിതേഷ് കുമാർ പാരാ ബാഡ്മിന്റൺ ആണ്, പാരാ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവാണ്. പ്രീതി പാൽ പാരാ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച വ്യക്തിയാണ്, അതുപോലെ മെഡൽ ജേതാവ് കൂടിയാണ്. പ്രീതി പാൽ ഓക്കെ, പാരാ ഒളിമ്പിക്സിൽ വൺ ഓഫ് ദി ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഉയർത്തിയ വ്യക്തിയാണ് പ്രീതി പാൽ. ധരംബീർ പാരാ അത്ലറ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ റീസെന്റ് ആയിട്ട് പാരാ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പേര് പഠിക്കുന്നത്. ഓക്കെ, നിതേഷ് കുമാർ, പ്രീതി പാല്, ധരംബീർ, അതുപോലെ ആരൊക്കെയാണ്? അന്നു റാണി, സരബ്ജോത് സിംഗ്, സ്വപ്നിൽ കുഷാലെ, അമൻ ഷെഹ്റാവാത്ത്, പിന്നെ ആരാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ്? സാജൻ പ്രകാശ്. നീന്തൽ താരമാണ് സാജൻ പ്രകാശ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 32 പേരെ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ഏകദേശം 2, 5, 8 പേരെ അല്ലെ, 8 പേരെ പഠിച്ചിട്ടുള്ളൂ. അതിൽ 4-1 പേരെ പഠിച്ചിട്ടുള്ളൂ. കാരണം ഇവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മലയാളിയാണ്, പിന്നെന്താണ് ബാക്കിയുള്ളവർ പാരീസ് ഒളിമ്പിക്സിലും പാരാ ഒളിമ്പിക്സിലുമായിട്ട് എന്ത് നേടിയിട്ടുണ്ട്? മെഡൽ നേടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ദ്രോണാചാര്യ അവാർഡിലേക്ക് വരുമ്പോൾ, ഓക്കെ, ദ്രോണാചാര്യ എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ഉണ്ട്, ലൈഫ് ടൈം ഉണ്ട്, റെഗുലർ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. സോ ലൈഫ് ടൈം കാറ്റഗറിയിൽ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായതാണ് എസ് മുരളീധരൻ. ബാഡ്മിന്റൺ പരിശീലകനാണ് ആര്? നമ്മുടെ എസ് മുരളീധരൻ. അപ്പോൾ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് എസ് മുരളീധരൻ എന്ന് പറയുന്ന അദ്ദേഹം ബാഡ്മിന്റൺ കോച്ചാണ്. പിന്നെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ്, അതിന് അർഹയായിട്ടുള്ള സ്ഥാപനം. ഓക്കെ, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിനാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ പ്രധാനപ്പെട്ട ഈ പത്മ പുരസ്കാരങ്ങളെ കുറിച്ചും ഖേൽരത്ന, അർജുന അവാർഡ്, അതുപോലെ ദ്രോണാചാര്യ അവാർഡ് തുടങ്ങിയ അവാർഡുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലെ. പത്മ പുരസ്കാരങ്ങളെ കുറിച്ചും കായിക പുരസ്കാരങ്ങളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്, നിങ്ങൾ വരുന്ന അപ്കമിംഗ് ആയിട്ടുള്ള +2 ലെവലും 10th ലെവലും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരും ദിവസങ്ങളിൽ നമുക്ക് അത്തരം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിരന്തരം നമ്മുടെ ചാനൽ കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.